ആരോഗ്യമേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്ന നില സംസ്ഥാനം സ്വീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആരോഗ്യമേഖലയെ ഇത്രയധികം ശക്തിപ്പെടുത്തിയ മറ്റൊരു കാലം ചരിത്രത്തിൽ കാണാൻ കഴിയില്ലെന്നും ആരോഗ്യമേഖലയുടെ വികസനത്തിൽ 10,000 കോടി രൂപയുടെ വികസനങ്ങളാണ് കിഫ്ബിയിലൂടെ നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാറശാല താലൂക്ക് ആശുപത്രിയിലെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ ആശ്രയിക്കുന്ന ആതുരാലയ കേന്ദ്രമാണ് പാറശാല താലൂക്ക് ആശുപത്രി. ആശുപത്രിയുടെ നവീകരണത്തിനായി 153 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് കിഫ്ബി വഴി നടപ്പിലാക്കുന്നത്. ഒന്നാം ഘട്ടമായി 44 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയായ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും ഡയാലിസിസ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആരോഗ്യം പൗരന്റെ അടിസ്ഥാന അവകാശമാണ്. ആ തിരിച്ചറിവിലാണ് എല്ലാ ആളുകൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന രീതിയിൽ സർക്കാർ ആശുപത്രികളെ ശക്തിപ്പെടുത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പൊതുജനങ്ങളുടെ ആശ്രയമായ ഇത്തരം സ്ഥാപനങ്ങളെ അനാവശ്യമായി കരിവാരി തേക്കാനുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാകുന്നു എന്നത് നിർഭാഗ്യകരമായൊരു വശമാണ്. അതിൻ്റെ ലക്ഷ്യം മറ്റു പലതുമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ വ്യാജ പ്രചരണങ്ങളിലൊന്നും നമ്മുടെ നാട് തളർന്നു പോകില്ല. ട്രോമ കെയർ യൂണിറ്റ്, അത്യാഹിത വിഭാഗം, ഓപ്പറേഷൻ തിയേറ്ററുകൾ, ICU സൗകര്യം, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫാർമസി, സെൻട്രൽ ലബോറട്ടറി എന്നിവയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്. പുതുതായി 14 ഡയാലിസിസ് മെഷീനുകൾ പുതിയ ഡയാലിസിസ് യൂണിറ്റിലുണ്ടാകും. ദിവസവും 2 ഷിഫ്റ്റുകളിലായി 40 പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ കഴിയും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.